ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ CBSE കുട്ടികൾക്ക് +2 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ, ഇനി പഠിക്കാൻ നമ്മൾ പോവുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കും. സോ ഈ പഠിത്തത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലേ, എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും എത്തിച്ചേരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആകണം എന്നൊരു താല്പര്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്താണ് ചിന്തിക്കുന്നത്, തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, +2 നല്ല A+ഉം A1ഉം ഒക്കെ വാങ്ങി സെറ്റാകാം, അതിനുശേഷം നമുക്ക് പഠിക്കാം എന്നൊക്കെയുള്ള ധാരണയിലാണ് എല്ലാവരും വരുന്നത്. കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറ്റാത്തത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. കാരണം +2 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. +2 വരുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം, തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രൻസ് പോലെയുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്താണ് അത് നമുക്ക് സെറ്റ് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം എന്ത് ചെയ്യുന്നു, പല കുട്ടികളും ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ശീലമാണ് കണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ +2 കഴിഞ്ഞ് എല്ലാ പരീക്ഷയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇനി എന്തിന് ഞാൻ പോകുമെന്നുള്ളൊരു ചിന്ത വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകും, എൻ്റെ +2 മാർക്ക് ഇങ്ങനെയായിരിക്കും, കുറവായിരിക്കും, ആ സബ്ജക്റ്റിന് കുറവായിരിക്കും, ഈ സബ്ജക്റ്റിന് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാരണം നമുക്ക് റൈറ്റ് ആയിട്ടൊരു പാത്ത് ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരും. നമ്മുടെ കരിയർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഡിസിഷനാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മൾ എന്താവണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത്. സോ നിങ്ങളുടെ ഈ ഒരു പ്രായം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് +2 എന്ന് പറഞ്ഞ ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഡിസിഷൻ മസ്റ്റായിട്ടും എടുത്തിരിക്കണം. എന്താണ് എൻ്റെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ എനിക്ക് എന്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം. സോ അത് എൻജിനീയറിംഗ് എന്നൊരു ഓപ്ഷനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളൊരു അവസരമാണ് +2നോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ, JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ നല്ല കോളേജസിൽ പഠിക്കണം അല്ലെങ്കിൽ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ, അതിൽ ഒരു കാര്യമില്ല. നമുക്ക് ജോബ് വേണം അല്ലേ, സാലറി വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നല്ല കോളേജിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ജോബ് സെറ്റ് ആവുകയുള്ളൂ. നമുക്കറിയാം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി ലഭിക്കാതെ നിൽക്കുന്നുണ്ട് അല്ലേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാണ് എഞ്ചിനീയറിംഗിന് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം വരും. കാരണം അവർക്കൊക്കെ ജോലി കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം ഒന്നെങ്കിൽ അവർക്ക് സപ്ലിമെൻ്ററീസ് ഉണ്ടായിരിക്കാം, അല്ലെ ബാക്ക്ലോഗ്സ് ഒക്കെ വന്നിട്ട് അങ്ങനെയുള്ളവരായിരിക്കാം. സോ നമ്മൾ പഠിക്കുന്ന കോളേജും കൂടെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ടോപ്പ് MNCs തന്നെ വന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തും, നല്ല സ്റ്റാർട്ടിങ് സാലറിയോട് തന്നെ നിങ്ങൾക്ക് ജോബും ലഭിക്കും. സോ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. സോ സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം അല്ലേ. സോ ഒരു വർഷം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ +2 എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ടച്ചൊക്കെ എങ്ങ് പോകും അല്ലേ. പിന്നെ നമ്മളൊരു വെക്കേഷൻ മോഡിലോട്ട് പോകും. പിന്നെ ഒരു വർഷത്തേക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ മൈൻഡ് ചിലപ്പോൾ സെറ്റ് ആവത്തില്ല. ഒരു വർഷം ഞാൻ വെറുതെ കളയുകയാണോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല കുട്ടികളും എന്ത് ചെയ്യും, പല കുട്ടികളും പല കോഴ്സിന് ജോയിൻ ചെയ്യും. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇതിന് പോകുന്നത്, വെറുതെ ഒരു വർഷം കളയണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ അതിലെല്ലാം പെട്ട്, ആ നെഗറ്റിവിറ്റീസിലെല്ലാം പെട്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. സോ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് അതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, +2നോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് JEE എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ JEE എക്സാമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് 2 തവണ എഴുതാൻ പറ്റും. അതായത് ഒരു വർഷം തന്നെ 2 തവണ എഴുതാൻ പറ്റും. നിങ്ങളിപ്പോൾ +2 പഠിച്ച് നിങ്ങൾ ജനുവരിയിൽ എത്തുമ്പോഴത്തേക്കിന് 2026 ജനുവരിയിൽ എത്തുമ്പോഴത്തേക്കിന് JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കും. സോ ഈ ഫസ്റ്റ് ഫേസ് എക്സാം നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി പെർസെൻറ്റേജ് ഇച്ചിരി മോശമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ എന്ത് വരുന്നുണ്ട്, സെക്കൻഡ് ഫേസ് വരും. സോ സെക്കൻഡ് ഫേസിന് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ വന്നത് അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JEEയുടെ സെക്കൻഡ് ഫേസ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഇനി JEE മാത്രമല്ല, നമുക്ക് സറൗണ്ടിങ്സ് ആയിട്ട് ഒരുപാട് സീരീസ് ഓഫ് എക്സാംസ് വരുന്നുണ്ട്. കീം വരുന്നുണ്ട്, QAT വരുന്നുണ്ട്, QSAT വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ നമ്മൾ +2 പഠിക്കുമ്പോൾ ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്തല്ല നമ്മൾ പഠിക്കേണ്ടത്.
തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കരിയറും കൂടെ നമ്മളുടെ മുന്നിൽ ഉണ്ടാവണം. സോ അതും കൂടെ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2 തന്നെ നന്നായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എഞ്ചിനീയറിംഗ് പോകുന്ന ഒരു ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ. സോ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റെഗുലർ കരിക്കുലത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു വർഷം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും ജെയ് ക്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. സോ ബോർഡ് എക്സാം മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങൾ പഠിക്കാതെ നമ്മളുടെ കരിയറും കൂടെ ലക്ഷ്യം വെച്ച് നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രീം IITസിലോ അല്ലെങ്കിൽ NITസിലൊക്കെ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. സോ നമുക്ക് ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ ജെയ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ മെജോറിറ്റി എന്ന് പറയുന്നതും നമ്മളുടെ +2 ഓൺ ഗോയിങ് സ്റ്റുഡൻസ് തന്നെയാണ്. +2നോടൊപ്പം തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്ത കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് അവസരമുണ്ട്. നിങ്ങളായിരിക്കും നാളത്തെ ആ ഒരു താരമായിട്ട് വരേണ്ടത് കേട്ടോ. സോ ആ ലക്ഷ്യം മനസ്സിൽ കണ്ടു വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ സൂപ്പർ കിങ്സ് ബാച്ച് അതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക്. സോ +2നോടൊപ്പം തന്നെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ഈ ബാച്ചുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പല ഇൻഫർമേഷൻസും നമ്മൾ ഈ യൂട്യൂബ് ചാനലിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ നമ്മുടെ ചാനൽ +2 NEET JEE എന്ന് പറഞ്ഞ ചാനലായിരിക്കും. സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതുകൂടെ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.